ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളുടെ കരുത്തിനെക്കുറിച്ച് വാചാലനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ അടിച്ച് നിലംപരിശാക്കിയത് ഇസ്രയേലിന്റെ ചുണക്കുട്ടികളായ മിസൈലുകളാണ്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ച വേളയിൽ തന്നെ പ്രതിരോധ സേന ഈ ആയുധങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് എടുത്തു പറയുകയും പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇക്കാര്യങ്ങൾ എടുത്തു പരാമർശിച്ചുകൊണ്ട് നെതന്യാഹു തന്നെ രംഗത്ത് വരുന്നത്. ഹമാസിനെ ഇല്ലാതാക്കാൻ ഗാസയ്ക്കെതിരായ സൈനിക ആക്രമണങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചുവെന്നും ഇസ്രയേൽ നിർമ്മിതമായ ബറാക്ക് 8 മിസൈലുകളും ഹർപി ഡ്രോണുകളും ഒക്കെ തന്നെ ഇന്ത്യ ഇതിൽ പ്രയോഗിച്ചതായും അവ സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മുൻപ് നൽകിയ ആയുധങ്ങൾ യുദ്ധങ്ങളിൽ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. അതായത് യുദ്ധ കാലയളവിൽ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെച്ചത്. ഞങ്ങൾ വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷി യുദ്ധങ്ങളിലെല്ലാം തന്നെ പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളവയാണ്. അവ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും തങ്ങൾക്ക് ശക്തമായ അടിത്തറയുണ്ട് എന്ന് നെതന്യാഹു അവകാശപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ അതിന് മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലുള്ള തിരിച്ചടി. അതുമാത്രമല്ല, തദ്ദേശ നിർമ്മിത ആയുധങ്ങളോ കൂടാതെ തന്നെ ബറാക്ക് മിസൈലുകളും ഹർപി ഡ്രോണുകളും ഒക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ തന്നെ റഷ്യൻ നിർമ്മിത S-400 മിസൈലുകൾ അടക്കമായിരുന്നു ഈ ഒരു സംഘർഷ വേളയിൽ സൈന്യം ഉപയോഗിച്ചിരുന്നത്. റഡാർ സംവിധാനങ്ങളെ തകർക്കാൻ തന്നെയായിരുന്നു ഹർപി ഡ്രോണുകൾ സഹായകരമായി തന്നെ ഇതിൽ ഉപയോഗമായത്. മാരക സ്ഫോടക ശേഷിയുള്ള പോർമുനകൾ വഹിക്കുന്ന ഇവ ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ നിലംപരിശാക്കാൻ സഹായിക്കുന്നവ കൂടിയാണ്. ദീർഘദൂര ശേഷിയുള്ള ഭൂമിയിൽ നിന്ന് വായുവിലേക്ക് തന്നെ തൊടുക്കുവാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു ബറാക്ക് 8 എന്ന് പറയുന്നത്. ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ തന്നെ വീഴ്ത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. 360 ഡിഗ്രി കവറേജും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഉന്നവയ്ക്കുവാനും ഇവയ്ക്ക് ശേഷിയുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, കരയിലോ കപ്പലിലോ വെച്ച് തന്നെ ഇവ ഉപയോഗിക്കാനും സാധിക്കും. അതേസമയം ഏറ്റവും കൂടുതൽ ഇന്ത്യ കേട്ട മിസൈലുകളുടെ പേരുകളിൽ ഒന്ന് തന്നെയായിരുന്നു റഷ്യൻ നിർമ്മിത S-400 മിസൈൽ. റഷ്യ വികസിപ്പിച്ച ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു S-400 മിസൈൽ. ലോകത്തെ നിലവിലുള്ള ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് S-400 മിസൈലുകളെ കണക്കാക്കുന്നത്. വ്യോമ ഭീഷണികൾക്കെതിരായ ഫലപ്രദമായ പ്രതിരോധം ഇവ കാഴ്ചവെക്കുന്നതാണ്. മാത്രമല്ല, ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ തന്നെ മികവാർന്ന രീതിയിൽ എല്ലാത്തരം വ്യോമ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ ഒരു സംരക്ഷണ വലയം നൽകുവാനും കഴിവുള്ള മിസൈലുകളാണ് S-400 മിസൈലുകൾ. അതുപോലെ തന്നെ SA-21 എന്ന നാറ്റോ നാമകരണം ചെയ്ത S-400 നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെല്ലാം തന്നെ നേരിടാൻ കഴിയുന്നവയാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ഒരു സംവിധാനം ഒരു ദീർഘദൂര ഉപരിതല എയർ മിസൈൽ സംവിധാനം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.